Hi everyone, this is Shweta My name is Inder and welcome to our channel. So we are going to start the reactions of movie Minaram. Minaram. Let's watch it. Yeah. छोटी सी कार. Okay. Ooh. Okay. Mm. Mm. Okay. Ah. Ah. Hmm. ये बहुत अच्छा लगेगा यार ओल्ड स्टाइल Yes. मीनारम ओहो हो Meow meow. Oh, okay. Oh, क्या मस्त लग रहा है ना यार. Let's go on vacation. Mm.
Kindly take Purana reel. वो गाना भी मीठा है. पूरा वही पुराना फील आ रहा है ना. हाँ. नॉस्टैल्जी एरा आ रहा है. Cute. പക്ഷെ എന്തെങ്കിലും ഒരു പണയം അയാളത് ചോദിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ഒരു മര്യാദ ഒരു ഉറപ്പിനെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ. നമ്മുടെ വസ്തുവിന്റെ ഒക്കെ ആധാരം ബേബി ലോൺ കാരന്റെ ബാങ്കിൽ വെച്ചിരിക്കുന്നു. അപ്പൊ ലോൺ തീരാതെ അത് എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ബോബയുടെ കമ്പനിയുടെ ആധാരം കൊടുത്താലും മതിയായി. ഡാഡിയുടെ കയ്യിലേ ഉള്ളത്. അത് കൊടുത്താൽ പോലെ അത് അവന് 2 വയസ്സാ. ഞാൻ അവനെ വളർത്തി അവരുടെ സ്ഥലത്ത് അതിന്റെ സ്നേഹവും ബഹുമാനവും അവൻ എന്നോട് കുടുംബത്തോട് കാണിക്കുന്നു. ഞാൻ ആവശ്യപ്പെട്ട അവൻ സമ്മതിക്കും. പക്ഷെ അവൻ എന്നോടല്ലാതെ എനിക്ക് അവനോട് കാണിക്കുന്നത് മോൻ തന്നെ ചോദിക്കുന്നതല്ല. എല്ലാരും പോയി കൈയും കാലും മുഖം കൈ അക്കാലം വെച്ച് പെട്ടാതെ എഴുതണം. വീട്ടിൽ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച വരുന്ന ഭാഷമാരൊക്കെ ഓരോ സെലക്ട് ചെയ്ത് പറഞ്ഞു. ഇതുങ്ങളെ കണ്ടാൽ നിലനിൽക്കുക. ഡാഡി ഞങ്ങളെ കുറെ നേരത്തെ വളർത്തിയത് അതിന്റെ ശിക്ഷയോ വല്യപ്പനല്ല കരിബോധം. അതാണ് അവരുടെ ഓർമ്മ പേര്. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. ഒരു 5-6 ദിവസം കൂടെ പിന്നാലെ അറിയാം കുസൃതിയുടെ കടുപ്പം. ഇവരുടെ കയ്യിലിരിക്കുന്ന കുസൃതി എന്നല്ല പറയുന്നത്. കുരുത്തക്കെടുന്ന യുദ്ധമൊക്കെ തുടങ്ങിയാൽ നമുക്ക് ആട്ടപ്പാപ്പൊന്നും വേണ്ട. എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണാമാര് പാടി പോലെ കുറെ ഞാൻ സഹിച്ചു. ഈ കൊച്ചുമക്കളാണെന്ന് വിചാരിക്കുക. ഞാൻ സെൻട്രൽ ജയിലിൽ ഇരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് പ്രസിഡന്റ് അക്സലി സമ്മാനിച്ചാണ്. ഇത് അയ്യാ 1947 ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം തുടങ്ങിയായി. എന്നോട് പറയണ്ട. എനിക്ക് ചിക്കൻ വെച്ച് ജോലിയുണ്ട്. ഞാൻ കൊണ്ടുവരാം. അപ്പൊ എന്നെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അതല്ല ഞാൻ കടത്തിലാക്കിയ കമ്പനിയാണ് വലിയ റിസ്ക് തുടങ്ങിയ ചിലപ്പോൾ 50 ലക്ഷം രൂപയുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിന്റെ കമ്പനി സ്വത്തോട്ട് ബാങ്കിൽ വെച്ച് 5-6 ലക്ഷം രൂപ ലോൺ എടുക്കുന്നുണ്ട്. ബേബിച്ചായ 2 മാസം വരുമ്പോൾ പണം തിരിച്ചേരാന്നല്ലേ പറയുന്നത്. ബേബിച്ചായ വന്ന ശേഷം പണം കിട്ടിയാലും എന്റെ കയ്യിൽ. അതുകൊണ്ട് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. തൽക്കാലം ബേബിച്ചായ അത് വേണം. എനിക്ക് ഈ ലോകത്തെ ഡാഡിയും ബേബിച്ചായാലും മാത്രം. എന്റെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ എന്താ ഇങ്ങനെ നീ സ്വപ്നം കാണുന്നു? സ്വപ്നത്തിന്റെ സൂര്യവും പറഞ്ഞാലും വിശ്വസിക്കും. ഇവന്മാരിങ്ങനെ ജീവിച്ചു നടക്കുന്നത് കണ്ട് തന്നെ എനിക്ക് ചായ. Also need a chai. ഈ സാരി തീരെ യോജിക്കുന്നില്ല.
എന്റെ ഭാര്യ എന്ത് കൊടുക്കണം ഞാൻ തീരുമാനിക്കും. Okay. ഭാര്യ കൊടുക്കാൻ ആളുണ്ടല്ലോ. തന്റെ മോനെ ഇടിച്ച് ഡേയ്സി, ആ സാരിയുടെ മുക്കാലി എടുത്തു പോച്ചോ. തണുപ്പായതുകൊണ്ടല്ല, ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് കലി വരുന്നു. അത് പതിവുള്ളതല്ലേ. അച്ഛൻ പോയി. അച്ഛൻ പോവാം. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ ഇറങ്ങിയാൽ മതി. വൈകിട്ട് വിളിക്കാനൊന്നും പറ്റില്ല. ഞാൻ വന്നോളാം. അതെ ആയുസ് തീർന്നിട്ട് ആർക്ക് തീർന്നില്ല. എന്തൊരു ഒലിപ്പ്. പെണ്ണിനാണെങ്കിൽ പോവാൻ. ആ പ്ലാനിപ്പോ ഒന്നാമത് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാ കൊട്ടാരം താലിമാല പണിയും വെച്ച് 1000 രൂപ ഞാൻ മാനേജറിന് കൊടുത്തത്. ഇപ്പൊ പറയുന്ന അടുത്ത മാസം തരാമെന്ന്. താൻ ജപ്പാനിൽ പോയി ചെരുപ്പ് കൂട്ടാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ തന്നെ ഞാൻ മാനേജാക്കിയത്. താൻ 2 മാസമല്ലേ ഇവിടെ ജോലി കയറിയിട്ട്. അതിനെ നാട്ടിലുള്ള സകല പട്ടിയുടെയും പൂച്ചയുടെയും അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ പിച്ച ചട്ടി എടുപ്പിക്കില്ലേ? അടുത്ത മാസം ഇവന്റെ ശമ്പളത്തിന് ഞാൻ തന്നെ കുത്തിവെക്കുള്ളൂ. ഒരാൾ പോലെ ഇവന് 10 പൈസ കണക്കെടുക്കരുത് പറഞ്ഞേക്കണം. അടുത്ത മാസം 20 തീയതി ആ ഓർഡർ നീട്ടിയില്ലെങ്കിലേ തന്നെ ആയിരിക്കും ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കാം. കുട്ടികളുടെ കാര്യത്തിൽ ഡാഡി ഇടപെടുന്നതാണ്. നിങ്ങൾക്ക് വിട്ടാൽ മതി. നേരത്തെ പ്രാക്ടീസ് ആയിക്കോട്ടെ. അയ്യോ എന്നെ കൊണ്ട് വയ്യ. അത് കൊണ്ടുള്ള പ്രാക്ടീസ് മതി. നോക്കിക്കോളൂ. അവൻ പറഞ്ഞാലേ എനിക്ക് Okay. Okay, so master होगा. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാണ്. ഇങ്ങോട്ട് വാങ്ങറിഞ്ഞു വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. പഠിക്കാൻ ബഹുവിടും. മനം പടുത്ത് രാജ്യരാമാനെ ഇവിടെ ഒളിച്ചോടി പോയിട്ട് Don't worry. അവസാനായിട്ട് വന്നത് കക്കൂസാന്ന് പറഞ്ഞൊരു സായിപ്പ. ആ രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം നല്ല കാലത്തിന് അയാളതറിഞ്ഞ് ജീവനും കൊണ്ടുപോകും. Okay. ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ കടുവാ കൂട്ടിലേക്കാത്ത തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. Okay. മാഷ് കാപ്പി ചെയ്യുന്ന വെച്ചാൽ മാഷെ ശമ്പളത്തിന്റെ കാര്യത്തിൽ രീതിയിലുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തല തെറിച്ചതുകളാണ്. ഇത് കണ്ടോ, പിടിച്ചു വളരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. ഇതാണ് കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തളകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഠിപ്പിച്ചെടുത്തതാണ്. ഒരടിക്ക് 7 സ്വർണ്ണതാണ്. ഇത് കണ്ട പാതാളക്കരണ്ടി. അണ്ണാക്കിലെ കമർത്തി വെളിയിലേക്ക് വെളിവെച്ച് പാക്ക് വെളിയിൽ. Dangerous है. हाँ. ഇത് നോക്ക്, കരണ്ടി വാച്ചാക്ക. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഠിക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്ക് എല്ലാ വർഷം പഠിക്കുമ്പോൾ Dangerous है. हाँ. ഇവരെ മര്യാദക്കാരാക്കിയിട്ട് ഞാൻ പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടും. You understand? What about you? No. മാഷ് എന്ത് വേണം ചെയ്യാം. ഇവരൊന്ന് നേരെ ചോദിക്കും. Okay. Don't worry. ഇവൻ ആരുടെ ഭാര്യയാണ് നീ എടുപ്പിച്ചത്? അയ്യോ, നീയൊക്കെ കിടന്ന മറ്റുള്ളവരുടെ ഭാര്യമാർ പുറത്തിറങ്ങാൻ വയ്യാണ്ടായോടാ. ഇവൻ യാതൊന്നുമല്ല. ആരുടെ കാര്യം ഇവിടെ വെച്ചിട്ടില്ല. ഇവൻ ഞങ്ങളെ കുറെ പണം കടമാക്കിയിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശ് കൊണ്ട് മുങ്ങ അവിടെ പരിപാടി. സത്യമാണ് ഈ പറയുന്നത്. അതെ. എത്ര ടിക്കറ്റ് പോക്കറ്റിലുണ്ട്. നമ്പർ പത്രത്തിലുണ്ട്. ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നുമല്ലല്ലോ. അല്ലാന്ന് പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ബാക്കി അവർ കൊടുത്താൽ മതി. പക്ഷേ ജപ്പാനിൽ ലോട്ടറി വെച്ചാലുണ്ടല്ലോ ഈ ജാതി കരികളൊന്നും അവിടെ നടക്കില്ല. കാരണം വെച്ചാൽ തിരി കൊടുക്കുക വേണ്ട. ജപ്പാനി ആ
അച്ഛനെ ഉം. അറിയാന്നാണ് വിളിക്കുന്നത്. ആ. തന്റെ തന്റെ താൻ വിളിക്കുന്നത്. മര്യാദയ്ക്ക് കാശ് കൊടുക്കുന്നോ അതോ എന്റെ പൊന്നു എനിക്ക് 17,000 എനിക്ക് 14,000 ഓ 25,000 വാർത്തകൾക്കല്ല ഞാൻ 50,000 ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. ശരിയാവില്ല. അതെ ശരിയാവും. നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ. ചപ്പടി പറഞ്ഞ എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. ഞാൻ പറഞ്ഞു कुछ तो सीन कुछ रहेगा. तो गड़बड़ रहेगा हाँ ഓക്കെ എല്ലാരും വിട്ടോളൂ. വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചു കിട്ടുന്നത് അത് ഞാനിത് ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എടുക്കുക. എന്നാൽ ഇത്രയൊക്കെ ആക്കി പിടിക്കുക. 10 രൂപ ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. जा. हाँ अरे रे I'm loving This this is cute. Huh? Cute. movie, Star was yeah. cute. Very nice. The meow thing meow meow And of course, वो फिर वो थोड़ा लोन वोन का सीन है, तो वो भी हो गया. It's a family type it's a movie. एकदम. family type movie But Master आपको को देखना. I'm pretty sure the कुछ kids. तो गड़बड़ Kids होगी will do यार, something. something yes. It's not gonna be easy for that Master. Don't worry Don't worry. don't worry I'm pretty sure they will do something good or something bad with him, of course. So let's see. And the lottery, 10 rupees lottery. अब कैसे पैसे देगा दे अभी. दे अभी Pay everyone now. absolutely let's wait for more guys so meanwhile Take care. bye bye